കുറേ നാളായി ഞാൻ താമര വളർത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട്. ആദ്യം ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിച്ച് നട്ടു. കാരണം ഇവിടെ തൈ കിട്ടാണ്ടായിരുന്നില്ല അടുത്തൊന്നും. അപ്പോൾ എന്തുണ്ടായി, ഇതിൽ കാണുന്ന ചെറിയ ഇലകളില്ലേ, അതുപോലത്തെ കുറച്ച് ഇലയുള്ള ഒരു 5-6 തൈകളൊക്കെ ഉണ്ടായി. അത് നടാൻ തന്നെ നല്ല പാടായിരുന്നു. ആദ്യം ഉരച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം നടാൻ. വെറുതെ നട്ടാൽ വെള്ളത്തിൽ അവിടെ കിടക്കുകയുള്ളൂ. താമരയുടെ വിത്ത് 1000 കൊല്ലം വരെ വെള്ളത്തിൽ കേടൊന്നും വരാതെ അങ്ങനെ നിൽക്കുന്ന പറയണേ. പിന്നെ അത് ഒരു വലിയ പരീക്ഷണമായിരുന്നു. അത് കുറേ ചെടികളൊക്കെ ഉണ്ടായി, പക്ഷേ അതിൽ ഒന്നും പച്ച പിടിച്ചില്ല. ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണങ്ങിപ്പോയി. ഉണങ്ങല്ലോ, വാടിപ്പോയി എന്ന് പറയാം. വെള്ളത്തിലായതുകൊണ്ട് ഉണങ്ങിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെയാണ് ഇവിടെ അടുത്തൊരു നഴ്സറിയിൽ ഇത് വന്നപ്പോൾ ഞാനിത് വാങ്ങിച്ചു. അവരിവിടെ കൊണ്ടുവന്ന് തന്നു. നല്ല വളർച്ച ഉണ്ടായിരുന്നു, ഒരുപാട് ഇലകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെന്തോ കേട് വന്നു. ഞാൻ ചില സ്പ്രേകൾ അവരെന്നെ തന്ന സ്പ്രേ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ അതിനൊരു പൂവുണ്ടായിരുന്നു, പൂവല്ല ഒരു മൊട്ടുണ്ടായി, നല്ല പിങ്ക് കളറുള്ളൊരു പൂമൊട്ടുണ്ടായി. അത് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പൂമൊട്ട് കാണാൻ തന്നെ ഉണ്ടായിരുന്നില്ല, അത്രയ്ക്കധികം പ്രാണികൾ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട്. ആ പ്രാണികളെ സ്പ്രേ ചെയ്ത് കളഞ്ഞപ്പോഴാണ് ആ പൂമൊട്ട് കണ്ടത്. പക്ഷേ പൂമൊട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വാടിപ്പോയി. പിന്നെ ഇതിപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ എല്ലാ ഇലകളൊക്കെ അങ്ങ് നശിച്ചു പോയി. ഏകദേശം ചെടി പോയി എന്ന് വിചാരിച്ചൊരവസ്ഥ വന്നു. പിന്നെ അതാ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്ന പോലെ ചെറിയ ചെറിയ ഇലകളായി തുടങ്ങി. കണ്ടില്ല, ചെറിയ ഇലകൾ കണ്ടില്ലേ, അതുപോലത്തെ ഇലകൾ വരാൻ തുടങ്ങി. ചിലത് കേടുള്ള ഇലകളുണ്ടായിരുന്നു, ഞാൻ നുള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഇതാ ഒരു തിരക്കടില്ലാത്ത ഒരു വലിയ ഇല വന്നിട്ടുണ്ട്. ഇപ്പോഴും ഒറിജിനൽ ഇലയുടെ വലിപ്പം ആയിട്ടില്ല കേട്ടോ. ഒറിജിനൽ ഇലയ്ക്ക് ഈ വലിയ ഇലയുടെ ഒരു ഇരട്ടി വ്യാസം ഉണ്ടാവും. അത് നല്ല രസമാണ് കാണാൻ. താമരയുടെ ഇലകളും ആമ്പലിൻ്റെ ഇലകളും തമ്മിലുള്ള വ്യത്യാസം പറയാറ്, താമരയുടെ ഇല വെള്ളത്തിൽ നിന്ന് മേലേക്ക് പൊങ്ങി നിൽക്കും തണ്ടോട് കൂടി. പക്ഷെ ഇപ്പോൾ ഈ ഇലകളൊക്കെ കണ്ടാൽ ആമ്പലിൻ്റെ ഇല പോലെ വെള്ളത്തിലിങ്ങനെ പൊങ്ങി കിടക്കുന്ന പോലെയാണ്. പക്ഷേ കുറച്ച് വലിയ ഇലകളാകുമ്പോൾ തണ്ടുകൾ മുകളിലേക്ക്, അവിടെ ചെറിയ ഉണങ്ങിയ തണ്ടുകളൊക്കെ സൈഡിൽ കാണുന്നുണ്ട്, അത് പൊങ്ങി മുകളിലേക്ക് നിൽക്കും. അത്യാവശ്യം ഒരു അരടിയൊക്കെ പൊക്കത്തിലായിരിക്കും ഇലകൾ ഉണ്ടാവുക. താമരയ്ക്ക്, ആമ്പലിനാണെങ്കിൽ അങ്ങനെയല്ല, ഇലകൾ എപ്പോഴും വെള്ളത്തിൻ്റെ ഉപരിതലത്തിലാണ് പൊങ്ങി കിടക്കുക. പൂ മാത്രം കുറച്ച് പൊക്കത്തിലുണ്ടാവും.